പത്തനംതിട്ട ഇക്കുറി ഇങ്ങ് എടുക്കുമോ? ഉറപ്പ് ഇത്തവണ LDF. ആന്റോ ആന്റണി തരില്ലെന്നാണ് പറയുന്നത്. അത് 2 മാസം മുമ്പ് പറഞ്ഞതെങ്കിൽ സ്വല്പമൊക്കെ ശരിയുണ്ടായിരുന്നു. 2 മാസത്തെ ക്യാമ്പയിന് ശേഷം കാര്യങ്ങൾ നേരെ മറിച്ചായിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഭൂതകാലത്തായിരിക്കും ജീവിക്കുന്നത്. ശ്രീ തോമസ് ഐസക്, ഇപ്പോൾ ആന്റോ ആന്റണിയുടെ നില പരുങ്ങലിലാണ് എന്നൊക്കെ തുടക്കത്തിൽ അങ്ങനെ ഒരു വിശകലനം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങ് പോകെ കാര്യങ്ങൾ കുറച്ച് മാറി വരുന്നു. അദ്ദേഹത്തിന് ആത്മവിശ്വാസം ലഭിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നു. ശ്രീ തോമസ് ഐസക്, പാർട്ടിക്കകത്ത് പ്രചാരണം പോരാ എന്ന ഒരു ആലോചനയുണ്ടാവുകയും യോഗം ചേരുകയും ആ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ തർക്കം അല്പം ഏറ്റുമുട്ടലിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതൊക്കെ വാർത്തയിൽ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നൊരു വിഷയം കൂടി നിൽക്കുന്നില്ലേ? ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ തർക്കമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ക്യാമ്പയിൻ വളരെ നന്നായിട്ട് തന്നെ പോകാം. തുടങ്ങുമ്പോൾ ഒരു സംശയമില്ല, ഞാൻ പുതിയ ആളാണ്, മുന്നിലാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക. എന്നാൽ ഒരു ഒപ്പത്തിനൊപ്പമായി ഞാൻ നടത്തിയ സ്വകാര്യ സർവേയും അതുപോലെ തന്നെ മറ്റു ചില സർവേകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോഴും വ്യക്തമായിട്ടുള്ള മേൽക്കൈ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയുടെ പ്രത്യേകത നിയമസഭയിൽ ഇടതുപക്ഷത്തോടൊപ്പം 7 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ MLA-മാരാണ്. എന്നാൽ പാർലമെന്റിൽ UDF അനുകൂലവും. ഇത് ചില ഇടത്തരം വിഭാഗങ്ങളിൽ വരുന്ന നിലപാട് മാറ്റം, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വരുന്ന മാറ്റമാണ് ഇതിന് കാരണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്യാമ്പയിൻ വളരെ കൃത്യമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. അതിൽ വിജയിച്ചിട്ടുമുണ്ട്. വിജയിക്കാൻ മുഖ്യ കാരണം കോൺഗ്രസിൻ്റെ ഈ അഴകുഴമ്പ് നിലപാടാണ്. CAA സംബന്ധിച്ചും അല്ലെങ്കിൽ മധ്യപ്രദേശിലൊക്കെ നടക്കുന്ന അതിക്രമങ്ങൾ ക്രിസ്ത്യാനികൾക്ക് അടക്കമുള്ളവരോട് വേണ്ടത്ര രീതിയിൽ ഊർജ്ജസ്വലമായിട്ട് പ്രതികരിക്കാതിരിക്കുന്നതുമെല്ലാം കൂട്ടിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ മുൻകാലങ്ങളിൽ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഷിഫ്റ്റ് അതുണ്ടാവില്ല ഇത്തവണ എന്ന് വ്യക്തമാണ്. അതും പുതിയൊരു കക്ഷി ഇവിടെ പ്രബലമാണ്. കേരള കോൺഗ്രസ് 2019 അപേക്ഷിച്ച് മുന്നണിയിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വരുമ്പോൾ ഒരു സംശയം വേണ്ട, ഇടതുപക്ഷത്തിന്റെ മുൻകൈ ഉണ്ടാവുന്നത്. പക്ഷേ ഡോക്ടർ TM തോമസ് ഐസക്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് അടിയൊഴുക്ക് എന്നുള്ളതാണ്. നമുക്ക് പ്രകടമായി പുറമേ ഒന്നും കാണാനില്ല എങ്കിൽ തന്നെയും പിണറായി വിജയൻ 2ാം സർക്കാർ കാര്യക്ഷമമല്ല എന്നുള്ളൊരു ആക്ഷേപം വളരെ മുൻപന്തിയിൽ നിൽക്കുന്നൊരു ക്യാമ്പയിൻ ആണ്. അതായത് 1ാം സർക്കാർ അത് തുടർച്ച വന്നതിലൂടെ തന്നെ അതിന് സ്വാഭാവികമായും എൻഡോഴ്സ്മെൻ്റായി. അപ്പോൾ നിങ്ങളെ ബാധിക്കാൻ പോകുന്നത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ ബാധിക്കാൻ പോകുന്നത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരോധമായിരിക്കും. അത് ഇല്ല എങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത സ്ഥാനാർത്ഥികൾ ജയിച്ചേക്കാമെന്നുള്ളതാണ് നിരീക്ഷണം. പക്ഷേ ഈ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അടപടലം കടപുഴകും. ഇനി ഇങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത്രയും വലുതാണെന്ന് നിലവിലുള്ള UDF സ്ഥാനാർത്ഥിക്കെതിരായ ആന്റി ഇൻകംബൻസി. എന്തിന്? ഞാനല്ലോ പറയുന്നത്, കോൺഗ്രസിൻ്റെ തന്നെ പഠനം, കനകോലുവിൻ്റെ പഠനം അത് ചൂണ്ടിക്കാണിച്ച് ഇദ്ദേഹം നിന്ന ജയിക്കത്തില്ല, അത്രക്കും വലിയ ഭരണവിരുദ്ധ വികാരം അദ്ദേഹത്തിനെതിരായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഭരണവിരുദ്ധ വികാരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരുള്ള ഒരു ആശങ്കയൊന്നുമില്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ. കാരണം അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലവിലുള്ള MPക്കെതിരായിട്ട് ഇവിടെ ഉണ്ട്. ഞാനതുകൊണ്ടാണ് എൻ്റെ ക്യാമ്പയിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാം വെച്ച് മത്സരിച്ചത്. 15 വർഷം എന്ത് നടത്തിയെന്ന് ചോദിക്കുമ്പോൾ വലിയ ഉത്തരവൊന്നുമില്ലേ. അപ്പോൾ എനിക്ക് കിഫ്ബിയുടെ പ്രൊജക്റ്റുകളും കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷെ അവിടെ നിൽക്കുകയല്ല കേട്ടോ.
അടുത്ത 5 വർഷം കൊണ്ട് പത്തനംതിട്ടയിൽ നേടാൻ പോകുന്ന കാര്യങ്ങൾ അത് തുടക്കം മുതൽ വിജ്ഞാന പത്തനംതിട്ട, ഉറപ്പാണ് തൊഴിൽ, ശബരിമല തീർത്ഥാടനം, എങ്ങനെ ഒരു പൈതൃക സർക്യൂട്ടായിട്ട് അതിനെ മാറ്റാം, റബ്ബറിനെ എങ്ങനെ സംരക്ഷിക്കാം, പാവങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കും, വളരെ പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാം വെച്ചാണ് ക്യാമ്പയിൻ തുടങ്ങിയത് തന്നെ. ഇതൊക്കെ യാദൃച്ഛികമല്ല, കൃത്യമായിട്ട് MP-ക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം. ഡോക്ടർ ഐസക്, ഇപ്പോ താങ്കൾ ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. കേരളത്തില് ഈ 20 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു MP-ക്കെതിരായിട്ടൊരു വികാരമുണ്ട് എന്നുള്ളത് ചർച്ചാ വിഷയമായിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായും പത്തനംതിട്ടയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടെ ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നിൽക്കുന്നുണ്ട്. അപ്പോഴും 40 തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ മാറ്റി UDF. 40% ക്രിസ്ത്യൻ വോട്ടുള്ള ഒരു മണ്ഡലമാണല്ലോ പത്തനംതിട്ട എന്ന് പറയുന്നത്. അവിടെ 2 പ്രധാനപ്പെട്ട സഭകളുണ്ട്, നമുക്കറിയുന്നത് പോലെ ഓർത്തഡോക്സും യാക്കോബായും. കഴിഞ്ഞ ആഴ്ച സംഭവിച്ച 2 സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, യാക്കോബായ സഭ പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾക്ക് തിരിച്ച് സഹായിക്കാൻ ബാധ്യതയുണ്ട് എന്ന്. സഹായിച്ചത് LDF സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. അത് നിങ്ങൾക്ക് അനുകൂലമാകാം. ഒപ്പം തന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഓർത്തഡോക്സ് സഭ പറഞ്ഞിരിക്കുന്നത് സമദൂരം പാലിക്കും എന്നുകൂടിയാണ്. ആ അർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും മേജറായിട്ടുള്ള വോട്ട് ബാങ്കിനെ മാനേജ് ചെയ്യാൻ, സഭകളെ മാനേജ് ചെയ്യാൻ തോമസ് ഐസക്കിനും CPM-നും LDF-നും പത്തനംതിട്ടയിൽ സാധിച്ചോ? സഭകളെ മാനേജ് ചെയ്യേണ്ട ഒന്നായിട്ട് ഞാൻ കാണുന്നില്ല. അവരവരുടെ ഒരു നിലപാടെടുക്കുന്നു, അത് സമദൂരം എടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ, എനിക്കെതിരായിട്ടല്ലല്ലോ. എന്നുവെച്ചാൽ അതിലെ സഭാംഗങ്ങൾക്ക് അവരുടെ യുക്തി അനുസരിച്ചുള്ള തീരുമാനം എടുത്തു പോകാം. പക്ഷേ ഓർത്തഡോക്സ് സഭ മാത്രമല്ല, കത്തോലിക് സഭ മാത്രമല്ല, പെന്തക്കോസ്റ്റൽ വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രമാണ് അതെ 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 ഈ പത്തനംതിട്ട എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ അത് ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF-നോടൊപ്പമായിരിക്കും. എന്നാൽ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ തലത്തിലുള്ള താല്പര്യങ്ങൾ വെച്ചിട്ട് അത് കോൺഗ്രസിന് അനുകൂലമായി മാറും. ഇത്തവണ അങ്ങനെയല്ല, അവർ തന്നെ പ്രത്യക്ഷമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ പീഡനങ്ങളാണ് പുറത്തുണ്ടാവുന്നത്. ഒരു സംരക്ഷണവും കോൺഗ്രസിൽ നിന്നും മറ്റും ലഭിക്കുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു നിസ്സായാവസ്ഥയിൽ അവരുടെ പഴയ നിലപാട് പുനഃപരിശോധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞത് ഏകശില രൂപത്തിലുള്ളൊരു സ്ഥാപനമല്ല. ഓർത്തഡോക്സ് സഭ ഒരിക്കലും എതിരായിട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അവർക്ക് ആശങ്കയുണ്ടായിരുന്നു ചർച്ച് ബില്ലിനെ കുറിച്ച്. അത് മുഖ്യമന്ത്രി തന്നെ ആയിട്ട് അവർ ചർച്ച ചെയ്തു. അത്തരത്തിലുള്ളൊരു നിലപാട് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. 2019 കെട്ടി തോമസിൻ്റെ റിപ്പോർട്ട് വരുന്നു. ഇതുവരെ നടക്കാത്തത് ഇനിയിപ്പോൾ നടത്താനാ പോണേ. അതുകൊണ്ട് ചർച്ച് ബില്ലൊന്നും സർക്കാരിൻ്റെ അജണ്ടയിൽ ഇപ്പോഴില്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഒരു സമദൂര സിദ്ധ നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നു. അത് മതി. ഏതെങ്കിലും സഭ കയറി പിന്താങ്ങി ജയിപ്പിക്കണം എന്നൊന്നും. സമദൂരം എപ്പോഴും ഗുണം ചെയ്യുന്നത് തോമസ് ഐസക്കിനായിരിക്കും. കാരണം സമദൂരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആന്റോ ആന്റണിക്ക് അനുകൂലമല്ല എന്നാണല്ലോ ഭംഗേന്ദ്രയുടെ പറഞ്ഞു വെക്കുന്നത്. ഉറപ്പായും അതൊക്കെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചുള്ളൂ. ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ സഭകൾ അങ്ങനെ എതിരായിട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള ഈ പറയുന്ന വലിയ സംഘർഷങ്ങൾ അതിലൊക്കെ ഫലപ്രദമായിട്ട് ഇടപെടുന്നതിന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം, ഇപ്പോൾ നമ്മളോടൊപ്പം താങ്കളോട് ഒരു ചോദ്യം കൂടി ഉണ്ട്. താങ്കളോട് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ബെന്നി ബെഹനാനും ശ്രീ കൃഷ്ണകുമാറും നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരിലേക്ക് ഉടൻ തന്നെ വരും. ഒരു ചോദ്യം ചോദിച്ചേ മതിയാവൂ ശ്രീ തോമസ് ഐസക്. അങ്ങ് ഈ പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രമല്ല കേട്ടോ, ഈ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒരു ചർച്ചാ വിഷയമാണ്. എന്താണെന്നറിയാവോ? അങ്ങയുടെ സാമ്പത്തിക നയങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ 2ാം പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയതെന്നും അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി തോമസ് ഐസക് ആണെന്നും ഒരു ആരോപണം ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. എന്താണ് അങ്ങയുടെ മറുപടി ഏറ്റവും ചുരുക്കത്തിൽ? അതിവിടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ലളിതമായ മറുപടിയേ ഉള്ളൂ. പെൻഷൻ 1600 ആക്കിയതാണോ പ്രതിസന്ധിയിലാക്കിയത്? അന്യാദൃശ്യമായ രീതിയിൽ നമ്മുടെ നാട്ടിലെ റോഡും പാലവും കെട്ടിടങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയതാണോ പ്രതിസന്ധിയിലാക്കിയത്? നമ്മുടെ ആശുപത്രികളിൽ കാലത്തും വൈകുന്നേരം ഒപ്പിവെച്ചതാണോ പ്രതിസന്ധിയിലാക്കിയത്? നമ്മുടെ സ്കൂളുകൾ ഹൈടെക് ആക്കി വളരെ സുന്ദരമായി അതാണോ പ്രതിസന്ധിയിലാക്കിയത്?
ഇതൊന്നും വേണ്ടെന്നാണോ UDF നിലപാട്? ഇത്രയും ചോദിച്ചാൽ ജനം പറയും ഇത് വേണമെന്നാ പറയത്തുള്ളൂ. പ്രതിസന്ധിയിലാക്കിയത് കേന്ദ്രത്തിന്റെ ഗൂഢാലോചന ഉപരോധമാണ്. അതിനെ വെള്ളപൂശാനാണ് UDF പോയിട്ടുള്ളത്. ഈ നന്മകൾക്കൊന്നും അവർക്ക് ബദലില്ല എന്നൊക്കെ പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാവുന്നു. ജനം മണ്ടന്മാരൊന്നുമല്ല. അതെ, മറുപടി താങ്ക് യു വെരി മച്ച്. ജനം മണ്ടന്മാരല്ല, ജനം വിലയിരുത്തും. അതെ, എല്ലാ ആശംസകളും ശ്രീ തോമസ് ഐസക്.